ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ലഹരി ഉപയോഗമാണ്. MDMA, കഞ്ചാവ്, മറ്റിതര ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി ശക്തമായി ചർച്ച നടക്കുകയാണ്. അതിൽ തന്നെ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ, അവർക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ പറയുന്ന അവസ്ഥ. ഇതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് മൈത്രേയൻ്റെ ഒരു അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇതൊന്നും ഒഴിവാക്കേണ്ടതല്ല, ഇതൊന്നും നിർത്തലാക്കരുത്, നിരോധിക്കരുത്, പക്ഷേ പകരം ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കണം. ഏത് MDMA അടക്കം. ചില ആൾക്കാർക്കെങ്കിലും തോന്നും അയാൾ പറയുന്നല്ല ശരി, അതായത് ഇതൊക്കെ ഒഴിവാക്കുന്നതിന് പകരം ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, എത്ര ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ പഠിപ്പിച്ചാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് മനസ്സിനെ പറ്റിയോ അഡിക്ഷനെ പറ്റിയോ ഒട്ടും ധാരണയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കള്ളു കുടിക്കുന്നവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കള്ളു കുടിക്കുന്നവരൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ തീരുമാനിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നിർത്താം, അല്ലെങ്കിൽ കുറച്ച് സമയത്ത് മാത്രം ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ ഈ ട്രിപ്പിൽ ഈ ഫംഗ്ഷന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ മിക്കവർക്കും അത് സാധിക്കാറില്ല. എന്തുകൊണ്ട്? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇത്തരം ലഹരി വസ്തുക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതായത് നമ്മളെ അഡിക്റ്റ് ആക്കാനുള്ള കഴിവ് അതിനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് താൽക്കാലികമായ സന്തോഷവും ആനന്ദവും കിട്ടുന്നു. താൽക്കാലികമായ സന്തോഷവും ആനന്ദവും കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെ ബ്രെയിനിന് വല്ലാത്തൊരു താല്പര്യം ഉണ്ടാവും. ബ്രെയിനിലൊരു പാർട്ട് തന്നെയുണ്ട്, റിവാർഡ് സർക്യൂട്ട് പാർട്ട് എന്നാണ് പറയുക, സന്തോഷം കിട്ടുന്ന പാർട്ട്. അപ്പോൾ അത്തരം ഒരു പാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത്തരം ഒരു പാർട്ടിന് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റൂല. നിങ്ങളത് അറിയണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു നോക്കും. ചെറിയ 2, 3, 4 വയസ്സുള്ള കുട്ടികൾക്ക് കാർട്ടൂണോ മറ്റോ. പിന്നീട് നിങ്ങൾക്കത് ആ ഫോൺ വാങ്ങാൻ പറ്റൂല. എന്തുകൊണ്ട്? കുട്ടികൾക്ക് റിവാർഡ് കിട്ടി, പിന്നെ അത് തന്നെ വേണം. അപ്പോൾ ഇത് തന്നെയാണ് മിക്ക ലഹരിയുടെ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാത്ത അവസ്ഥ സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പലപ്പോഴായിട്ട് റോഡ് സൈഡിൽ കുടിച്ച് കിടക്കുന്നതൊക്കെ കാണും. പറയപ്പെടുന്ന മനുഷ്യർ റോഡ് സൈഡിൽ കുടിച്ച് കിടക്കാൻ ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല. പക്ഷേ ആ അവസ്ഥയിലേക്ക് ആരെത്തിക്കും? ഈ ലഹരി എത്തിക്കും. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ വളരെ ചെറിയ രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ എന്താവും? ലഹരി ഉണ്ടാവും, കിക്ക് ഉണ്ടാവും. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉപയോഗിച്ചാലും കിക്ക് കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ മുഴുവൻ സമയം ഇവർ അതിൽ തന്നെ അഡിക്റ്റ് ആവുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സ് പലപ്പോഴും തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ ബുദ്ധി പറഞ്ഞിട്ടാണോ? അല്ല. പലപ്പോഴും നമുക്ക് തോന്നും മടി മാറ്റണം, പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ, പക്ഷേ മനസ്സ് സമ്മതിക്കൂല. അതായത് മനസ്സ് പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒതുങ്ങണമെന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ നിലക്ക് നിൽക്കണമെന്നില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ തീരുമാനിച്ചാൽ പോലും ചിലപ്പോൾ മനസ്സ് നീട്ടി എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. പഠിക്കാൻ വിചാരിച്ചാൽ മറ്റിതര കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ. അപ്പം അങ്ങനെയുള്ള ഒരു മനസ്സിന് മുമ്പിൽ ഈ ലഹരി എന്ന് കൊടുത്താൽ മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ കള്ളിൻ്റെ കാര്യത്തിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് 100 പേര് കുടിച്ചാൽ 40 പേര് അഡിക്റ്റ് എന്നാണ്. അതായത് 100 പേര് കുടിച്ചാൽ 40 പേരും അതിൽ നിന്ന് വിട്ടു പോരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നതാണ്. ഈ കള്ളിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റു ലഹരിൻ്റെ അവസ്ഥയിൽ ഇത് വളരെ കൂടുതലാണ്. ഒരിക്കൽ ഉപയോഗിച്ചാൽ തന്നെ ബ്രെയിനിലൊക്കെ ഒരുപാട് കാലത്തെ ഡാമേജ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സാധനം ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്കത് കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്താൽ എങ്ങനെയാവും? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഒരാൾക്ക് ഒരു 100 കിലോയുടെ ഒരു ചാക്ക് ചുമട് താങ്ങി കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിച്ച് എല്ലാവർക്കും പറ്റണമെന്നുണ്ടോ? ചില ആൾക്കാർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വീണു പോകും. അപ്പോൾ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും ലഹരി അഡിക്റ്റ് ആകുന്ന രീതിയും ഒരുപോലെയല്ല. അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞ് അതിൽ ചില ആൾക്കാരും വിശ്വസിച്ച് അങ്ങനെ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ സോഷ്യൽ ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന പോലെ സോഷ്യൽ ഉപയോഗം, സാമൂഹികമായ രീതിയിൽ കുറച്ചൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിൽ ഒതുങ്ങണമെന്ന് മാത്രമല്ല, ഒറ്റ പ്രാവശ്യത്തിലെ ഉപയോഗം കൊണ്ട് തന്നെ അഡിക്റ്റ് ആവുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയില്ലെങ്കിൽ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കൽ തന്നെയാണ്. വീണ്ടും കാണാം. നന്ദി.